ലോകത്തെ ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണ് ഇന്നലെ ഞാൻ അനുഭവിച്ചത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വിജയവാഡയിലെത്തി വിജയവാഡയിലുണ്ടായ ചില കാര്യങ്ങളും അവിടുന്ന് അങ്ങോട്ട് കുംഭമേളയ്ക്ക് പോകുന്നത് വരെയുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. വൈകുന്നേരം ഏകദേശം ഒരു 5:30-6 മണിയായപ്പോഴേക്കും വിജയവാഡയിലെത്തി. അതിനുശേഷം ഞാൻ ആദ്യം നോക്കിയത് പുറത്തേക്കുള്ള വഴിയാണ്. ഒന്ന് പുറത്ത് പോയിട്ട് പുറത്ത് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് പോയപ്പോൾ നല്ല ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല ബജി ഉണ്ടാക്കുന്ന ഒരു കട കണ്ടു. ചെറിയൊരു കടയാണ്. ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പോയതൊന്നുമല്ല. വിശപ്പൊന്ന് മാറണം, എന്തെങ്കിലും നല്ലത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ അറിയാലോ അവസ്ഥ. അത് വിചാരിച്ച് പോയപ്പോൾ കണ്ടത് നല്ലൊരു ബജിക്കട. അപ്പോൾ ഈ കാണുന്നതാണ് വിജയവാഡ ജംഗ്ഷൻ. വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അടുത്തായതുകൊണ്ടാവും, അത്ര വലുതല്ല. ചിലപ്പോൾ കുറച്ച് അപ്പുറത്ത് വലിയ ടൗൺ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് വലിയൊരു സെറ്റപ്പ് ഉള്ളതൊന്നും കാണാനില്ല, കുറച്ച് പോകാനുണ്ടാവും ഇവിടുന്ന്. അപ്പം ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇവിടുന്ന് നേരെ പ്രയാഗ്രാജ് കയറാനുള്ള പരിപാടിയാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെയും കഴിഞ്ഞ അതേപോലെ തന്നെ ടിക്കറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുന്ന് ഏകദേശം ഒരു ദിവസം കറക്റ്റ് ഉണ്ട് പ്രയാഗ്രാജ് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ അത്രയും നേരം നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ പോകുക പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ജനറൽ യാത്ര ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. എന്തായാലും നോക്കുന്നുണ്ട് നമ്മൾ. ഭാഗ്യം പോലെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ചിലപ്പോൾ റഷ് കുറവായിരിക്കും, ചിലപ്പോൾ റഷ് ഉണ്ടാവും. റഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ അതേപോലെ തന്നെ ടിക്കറ്റ് കിട്ടാത്തൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പെട്ട അതേപോലെ വിടും. പിന്നെ ഇന്ന് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമുക്ക് സീറ്റ് കറക്റ്റായിട്ട് കിട്ടിയത്. അതുവരെ ഏകദേശം നിൽക്കലും അവിടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കലും അങ്ങനെയൊക്കെ തന്നെയാണ് എത്താൻ. പക്ഷെ നമ്മളെ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഫീലിംഗ് വരാത്തത്. പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് അത്രയ്ക്കൊരു ഇത് വരില്ല. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലാണ് പെടുക. ഒരിക്കലും വരരുത് കേട്ടോ. ഫാമിലി ആയിട്ടൊന്നും ഒരിക്കലും ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങരുത്. ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് വിഷയമല്ല, നമുക്ക് ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കും. അപ്പോൾ ഇനി നേരെ പ്രയാഗ്രാജിലേക്ക് പോവാം. അപ്പോൾ 7:30-ക്കാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒന്ന് ഫ്രഷ് ആവണം, ഡ്രസ്സൊക്കെ മാറ്റണം അതിൻ്റെ ഇടയ്ക്ക്. ഇനി പ്രയാഗ്രാജ്. സാധാരണ നമ്മൾ ടിക്കറ്റ് കിട്ടാത്ത സമയങ്ങളിൽ ജനറൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം സ്ലീപ്പറിൽ കയറിയിട്ട് അവിടുന്ന് ടി.ടിയോട് സംസാരിച്ച് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പർ കോച്ച് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ടി.ടിയോട് സംസാരിച്ച് ഒരു 500 രൂപ കൊടുത്തപ്പോൾ ഒരു സ്ലീപ്പർ കോച്ച് സീറ്റ് കിട്ടി. നോർത്തിലേക്കുള്ള ട്രെയിനുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇതുപോലെയുള്ള വിഭവങ്ങളാണ്. അതായത് കടല, ചെറുപയർ, ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഇവർ നന്നായിട്ട് കഴുകിയിട്ട് അത് മുളപ്പിച്ച് കൊണ്ടുവരും. അതിൽ നാരങ്ങയും പിഴിഞ്ഞിട്ട് കഴിക്കും. ഒരു പ്ലേറ്റിന് 20 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. നല്ല പോഷകാഹാരമാണ്. നിങ്ങളിപ്പോൾ കാണുന്നതൊന്നും ജനറൽ കമ്പാർട്ട്മെൻ്റ് അല്ല കേട്ടോ, ഇതൊക്കെ സ്ലീപ്പർ കോച്ചാണ്. രാത്രിത്തെ തിരക്ക് ഏകദേശം കഴിഞ്ഞിട്ട് പകലായപ്പോഴും ഇവരാരും നീറ്റിട്ടില്ല. ഇന്നലെ രാത്രി നമുക്ക് സീറ്റ് കിട്ടിയോണ്ട് തന്നെ ഞാൻ കിടന്ന അപ്പം തന്നെ ഉറങ്ങിപ്പോയി. കാരണം തലേ ദിവസത്തെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ നീറ്റപ്പോഴാണ് സ്ലീപ്പർ കോച്ച് ശരിക്കും നോക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയത്. जनरल में गए रहे थे, कोई पैसा नहीं लगा। जनरल में ना, ये जनरल नहीं, ये जो लोगों ने टिकट बनाया वो जनरल का है क्या? चलो चलो आगे. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇന്നലെ നമ്മളെ വിജയവാഡ എത്തുന്നവരുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ വിജയവാഡയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോകും. ഇതും സ്ലീപ്പർ കോച്ച് തന്നെയുണ്ടോ. നമ്മൾ സാധാരണ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് അവിടുന്ന് നമ്മൾ നേരെ ടി.ടിയെ കണ്ടിട്ട് ടി.ടിയോട് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇന്നലെ സ്ലീപ്പർ കോച്ച് കിട്ടി. സ്ലീപ്പർ കോച്ചിന്റെ അവസ്ഥ അതാട്ടോ. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ കണക്ക് തന്നെയാണ്. ഇവിടെ എന്ത് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. കിട്ടിയത് ഭാഗ്യം, അത്രേ ഉള്ളൂ.
ഒരു ഭായി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയാട്ടാ. ട്രെയിനുകളിൽ മാക്സിമം തിരക്ക് വരുന്നത് രാത്രിയാണ്. പകൽ തിരക്ക് കുറച്ച് കുറവാണ് രാത്രി അപേക്ഷിച്ചിട്ട്. കാരണം രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത്. അത് മാത്രമല്ല സ്ലീപ്പർ കോച്ചുകളിലൊക്കെ നല്ല റഷായിരിക്കും. പകൽ റഷാണെന്നുണ്ടെങ്കിലും രാത്രി അപേക്ഷിച്ചിട്ട് കുറച്ച് കുറവാണ്. നന്നായിട്ട് ഉറങ്ങിയിട്ടാ, അതെ കിടന്ന് മാത്രം ഓർമ്മയുള്ളൂ. കാരണം നല്ല ഉറക്കം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ആ ക്ഷീണം എല്ലാം കൂടി ആയിട്ട് ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ എണീക്കണമെന്ന് രാവിലെയാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തണുപ്പാണായിരുന്നു. നല്ല തണുപ്പും ഭായിമാരൊക്കെ നോക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ പറയണെന്ന് അറിയാൻ വേണ്ടിട്ട്. നമ്മളതിനുള്ള മലയാളി ഇപ്പൊ ട്രെയിൻ അങ്ങനെ വിജയവാഡൊക്കെ വിട്ടിട്ട് ഏകദേശം ഇത്താർസി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു ട്രെയിൻ യാത്ര ഏറ്റവും മനോഹരമാവുന്നത് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമ്പോഴാണ്. ഇതിൻ്റെ ബാത്റൂമൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടാ. മറ്റേ ട്രെയിനിൻ്റെ ബാത്റൂമിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ തന്നെ പറ്റിയിരുന്നില്ല. പക്ഷേ ഈ ഒരു ട്രെയിനിൻ്റെ ബാത്റൂമും മറ്റേ ട്രെയിനിൻ്റെ ബാത്റൂമിനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട്. കുറേയൊക്കെ വൃത്തിയുണ്ട്. ബാത്റൂമിൻ്റെ ഡോറിന് ലോക്കുണ്ട്. ബാത്റൂമിൽ വെള്ളമുണ്ട്. വേസ്റ്റ് കാര്യങ്ങളൊന്നും മറ്റേ ട്രെയിനിൻ്റെ അപേക്ഷിച്ചിട്ട് അത്ര ഇല്ല എന്നുള്ളതാണ് സത്യം. മറ്റേ ട്രെയിനിനെ അപേക്ഷിച്ച് ഈ ട്രെയിന് പിന്നെയും കുഴപ്പമില്ല. ഇതാണ് ട്രെയിനിൻ്റെ ഉൾഭാഗം. ട്രെയിൻ യാത്രയിൽ ഭക്ഷണം പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ വിശപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്നത് വാങ്ങിക്കഴിക്കുക. അത് മാത്രമേ ഒരു നിവർത്തിയുള്ളൂ. കാരണം ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത സ്റ്റേഷനിലെത്താൻ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ എടുക്കും. വിശപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് പിടിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. പുറത്തുള്ള കാഴ്ചകളിലൊക്കെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടാ. നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ കണ്ടിരുന്നു പോകും. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പല രീതിയിലാണ് ആളുകൾ പൈസ പിരിക്കാൻ വേണ്ടി വരുന്നത്. പല വേഷങ്ങളായിരിക്കും, പല രൂപങ്ങളായിരിക്കും, പല ഭാവങ്ങളായിരിക്കും. പക്ഷെ എല്ലാവരുടെയും പൈസ പിരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിനും നമ്മുടെ രീതിക്കൊക്കെ അനുസരിച്ചിട്ടാണ്. നമ്മൾക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളവർ അടിച്ചു മലത്തി കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഇന്ന് 2ാമത്തെ ദിവസം നന്നായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളോടും. ഫുഡാണെങ്കിലും ശരി, സ്മെല്ലാണെങ്കിലും ശരി. ആദ്യത്തെ ദിവസം സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി കയറിയപ്പോൾ മൂക്കൊക്കെ പൊത്തിയിട്ടായിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ആയി. ഇപ്പോൾ ആ ഒരു സ്മെല്ല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിഷയത്തിൻ്റെ ലെവലിലേക്ക് മാറി. അതാണ് നമ്മളൊരു പ്രത്യേകത പറയുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവണം, അല്ലാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഒരു സ്മെല്ലിനോട് അഡ്ജസ്റ്റ് ആയി, ഫുഡിനോട് അഡ്ജസ്റ്റ് ആയി. ഫുഡൊക്കെ കണക്കാട്ടോ, വൻ ശോകമാണ്. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറുന്നുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കും, വേറെ ഒരു രക്ഷയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ അത് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഇന്നലെ രാത്രിയാണ് കയറിയത്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അവറായി. ഇന്ന് രാത്രി ഏകദേശം 12 മണിയാകുമ്പോഴേക്ക് ഈ വണ്ടി പ്രയാഗ്രാജ് പറഞ്ഞ സ്ഥലത്തെത്തും. പ്രയാഗ്രാജ് ചേക്കോക്ക് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ചേക്കോക്ക് അങ്ങനെ എന്തൊരു സ്ഥലം. അവിടുന്ന് നമുക്ക് പ്രയാഗ്രാജ് മെയിൻ ടൗണിലേക്ക് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് അവിടുന്ന് അടുത്ത ട്രെയിൻ പിടിക്കണം. ട്രെയിൻ അവിടെ റെയിൽവേ ഉണ്ട്. അപ്പോൾ അടുത്ത ട്രെയിൻ ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പോവാം. എന്നിട്ടാണ് നമുക്ക് ഈ മഹാസ്നാനം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. കുംഭമേള എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ കേട്ടോ, കുറേ കാലം മുന്നേ കേട്ടിട്ടുള്ളൂ. പോണ വഴിക്കൊക്കെ ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ത്രില്ലിലാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആവുക. അപ്പോൾ ആ ഒരു ത്രില്ലിൻ്റെ പുറത്തിറങ്ങി പോകുന്നതാണ് ഈ ഒരു ട്രെയിൻ. ഞാൻ പറഞ്ഞ മറ്റേ ട്രെയിനേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. വൃത്തിയാണെന്നുണ്ടെങ്കിൽ ശരി, മറ്റേ ഞാൻ കാണിച്ചതല്ല. കഴിഞ്ഞ ദിവസം ബാത്റൂമിലായിട്ട് കയറിയപ്പോൾ തന്നെ അപ്പോൾ വളയ്ക്കുന്നുള്ള അവസ്ഥയായിരുന്നു. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് സ്റ്റാഫുകൾ പോകുന്നുണ്ട്. എന്നാലും മറ്റേതിനേക്കാളും മെച്ചാണ്. ഫാർ ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്ലീപ്പർ കോച്ചിൽ അത്രയും ആളുകൾ കയറുന്ന ഒരു വണ്ടിയാണ് ഇതൊക്കെ. അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് ഫാർ ബെറ്ററാണ്. ബാത്റൂമൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മറ്റേതിനെ അപേക്ഷിച്ച് ഒരുപാട് ബെറ്ററാണ്. പിന്നെ ഒറ്റ മലയാളീസിനെ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ എൻ്റെ അടുത്തോ പരിസരത്തോ. ഞാൻ കയറുന്ന കമ്പാർട്ട്മെൻറ്റിലുണ്ടോ അറിയില്ല,
മലയാളീസിന് ഒരാളെ പോലും കണ്ടിട്ടില്ല. അവിടെ തെലുഗു ഉണ്ട്, കന്നഡ ഉണ്ട്, ബംഗാളീസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാ ഭാഷക്കാരുണ്ട്, എന്തൊക്കെയാ ഭാഷ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കണ്ട. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കണ പറഞ്ഞാൽ ഒരു തെലുഗു ടീമിൻ്റെ അടുത്താണ്, ഒരു ഫാമിലിൻ്റെ അടുത്താണ്. അപ്പോൾ അവരുടെ ബർത്തിലാണ് ഞാൻ കയറി ഇരിക്കണത്. അവർക്ക് ഞാൻ പറയണത് മനസ്സിലായി, അവർ പറയണത് എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് അറിയില്ല. അവർ പ്രയാഗ്രാജ് കഴിഞ്ഞ് ഒരു 3 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് അവർ ഇറങ്ങുന്നത്. അവർ വാരണാസി പോകുന്ന ടീമാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് ഭാഷ എന്ന് പറയുന്നത് ലാംഗ്വേജ് വിഷയമല്ലല്ലോ. നമുക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും സംസാരിക്കുമ്പോൾ. അത് ഭാഷ അല്ല, അല്ലാതെ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അതൊരു രസമാണ് സംഭവം. അപ്പോൾ മച്ചാൻ വരെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ കുംഭമേളയുടെ അടിപൊളി വിഷ്വൽസ് കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്യാം. നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മഹാകുംഭമേള 2ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്യാം. ബൈ ഫ്രം കരേക്കണ്ണൻ ബ്ലോഗേഴ്സ്, ബൈ ഫ്രം ഹരി.